Hello everyone, welcome to my channel. ഇന്നത്തെ ക്ലാസ്സിൽ തേർഡ് സെമസ്റ്റർ ബി ഫാമിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ വരുന്ന സൈസ് റിഡക്ഷനാണ് ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക്. സോ വാട്ട് ഈസ് സൈസ് റിഡക്ഷൻ? അപ്പോൾ എന്താണ് സൈസ് റിഡക്ഷൻ എന്ന് പറയുന്നത്? സൈസ് റിഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റിഡ്യൂസിങ് ലാർജ് സോളിഡ് യൂണിറ്റ് മാസസ് ഇൻറ്റു സ്മോൾ യൂണിറ്റ് മാസസ്. അതായത് ലാർജ് ആയിട്ടുള്ള സോളിഡ് പാർട്ടിക്കിൾസിനെ നമ്മൾ സ്മോളർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് അതിൻ്റെ സൈസിനെ റിഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സൈസ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സൈസ് റിഡക്ഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ടു ഇൻക്രീസ് സർഫസ് ഏരിയ. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റീവ് എന്താണ്? സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു എന്നതാണ്. അതായത് ഒരു പാർട്ടിക്കിൾസിൻ്റെ സൈസ് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ സർഫസ് ഏരിയ കൂടുന്നു എന്നാണ് പറയുന്നത്. അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലേ. അപ്പോൾ സർഫസ് ഏരിയ കൂടുമ്പോഴത്തേക്ക് അതിന് ഒരുപാടധികം അഡ്വാൻറ്റേജസ് ഉണ്ട്. ബിക്കോസ് നമ്മളിപ്പോൾ അതിനെ ഡിസോൾവ് ചെയ്യുന്ന സമയത്തായാലും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ഡ്രഗിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഡ്രഗിൻ്റെ ഡിസിൻറ്റഗ്രേഷന് വേണ്ടിയിട്ടായാലും നമുക്ക് സർഫസ് ഏരിയ കൂടിയ പാർട്ടിക്കിൾസ്, അതായത് പാർട്ടിക്കിൾ സൈസ് കുറഞ്ഞ പാർട്ടിക്കിൾസ് ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് യൂസ്ഫുൾ ആകുന്നത്. അത് തന്നെയാണ് നെക്സ്റ്റ് ഉള്ള പോയിൻറ്റ്സിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇൻക്രീസ് ദ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ, ഈസി ഇൻ മിക്സിങ്. അതായത് ഈസി ഇൻ മിക്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ പാർട്ടിക്കിൾ സൈസ് കൂടിയ കുറച്ച് പാർട്ടിക്കിൾസ് എടുത്തിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതേസമയം നമുക്ക് പാർട്ടിക്കിൾ സൈസ് വളരെയധികം കുറഞ്ഞ ഫൈൻ പൗഡേഴ്സൊക്കെ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് മിക്സിങ് കുറച്ചുകൂടി ഈസിയാവും. അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈസി ഇൻ മിക്സിങ് ആൻഡ് യൂണിഫോം ഫ്ലോ. ഓൾസോ ടു ഇൻക്രീസ് ദ ഡിസൊല്യൂഷൻ റേറ്റ്. അപ്പോൾ ഡിസൊല്യൂഷൻ റേറ്റും എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇപ്പം സൈസ് റിഡക്ഷൻ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ സ്മോളർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ നമുക്ക് ഡിസൊല്യൂഷൻ്റെ റേറ്റ് വളരെയധികം കൂടുതലായിരിക്കും. ഇത്രയുമാണ് നമുക്കിവിടെ സൈസ് റിഡക്ഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയാനായിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാവുന്നത് എന്തൊക്കെയാണ്? മെക്കാനിസം ഇൻവോൾവഡ് ഇൻ ദി സൈസ് റിഡക്ഷൻ. ഇതാണ് നമ്മുടെ സിലബസിലെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത്. സൈസ് റിഡക്ഷന് മെയിനായിട്ട് 4 മെക്കാനിസംസാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കംപ്രഷൻ, കട്ടിംഗ്, ഇമ്പാക്റ്റ് ആൻഡ് അട്രീഷൻ. ഈ 4 മെക്കാനിസംസ് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഈ 4 മെക്കാനിസംസ് വഴിയിട്ടാണ് എന്ത് നടക്കുന്നത്? സൈസ് റിഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കംപ്രഷനാണ്. അപ്പോൾ ഫസ്റ്റ് കംപ്രഷൻ. സോ വാട്ട് ഈസ് കംപ്രഷൻ? അതായത് കംപ്രഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആ ഒരു മെറ്റീരിയൽ, നമുക്ക് ക്രഷ് ചെയ്യേണ്ട മെറ്റീരിയലിന് ഏതെങ്കിലും ഒരു 2 ഹൈ പ്രഷർ റോളേഴ്സിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മൾ വച്ചിട്ട് അതിനെ കംപ്രസ് ചെയ്യുവാണ്. അപ്പോൾ കംപ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു പോകും? പാർട്ടിക്കിൾസിൻ്റെ സൈസ് റിഡക്ഷൻ നടക്കും. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസം വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഏതെന്ന് പറയുന്ന റോളർ മില്ലെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇതിനുള്ള എക്യുപ്മെൻറ്റ്സ് എല്ലാം നമ്മൾ നോക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടെ പറയാം. അതായത് കംപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ 2 സൈഡിൽ ഇപ്പോൾ റോളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈസ് റിഡക്ഷൻ ചെയ്യേണ്ട പാർട്ടിക്കിൾസിന് ഇതിന് മിഡിലായിട്ടായിരിക്കും വെക്കുന്നത്. ആൻഡ് ഈ 2 റോളേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ പ്രഷറിൽ വന്നിട്ട് 2 സൈഡിൽ നിന്നും നമ്മുടെ ഈ ഒരു മെറ്റീരിയലിനെ കംപ്രസ് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്കിവിടെ സൈസ് റിഡക്ഷൻ നടക്കുന്നത്. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷൻ എന്ന് പറയുന്ന മെക്കാനിസം. നെക്സ്റ്റ് പറയുന്നത് കട്ടിംഗ് ആണ്. കട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഈസിയാണ്. മീൻസ് എന്താണ്? ഷാർപ്പായിട്ട് ബ്ലേഡ്സ് വെച്ചിട്ട് നമ്മുടെ മെറ്റീരിയലിനെ കട്ട് ചെയ്ത് അതിൻ്റെ സൈസിനെ റിഡ്യൂസ് ചെയ്യുന്നതാണ് കട്ടിംഗ് എന്ന് പറയുന്ന മെക്കാനിസം. ആ ഒരു മെക്കാനിസം വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന എക്യുപ്മെൻ്റാണ് കട്ടർ മില്ലെന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇമ്പാക്റ്റ്. ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മെറ്റീരിയലിനെ ഇപ്പോൾ ഹാമർ പോലുള്ള എന്തെങ്കിലും ഒരു ഹൈ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഇമ്പാക്റ്റ്, ഹൈ ഫോഴ്സിൽ നമ്മളൊരു ഇമ്പാക്റ്റ് കൊടുത്തിട്ട് അതിനെ നമ്മൾ പൊട്ടിക്കുന്നതാണ്. മീൻസ് ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു കല്ല് പൊട്ടിക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹാമർ വെച്ചിട്ട് അതിൽ ശക്തിയായിട്ട് നമ്മൾ അടിക്കുന്നുണ്ട്. ആ സമയത്താണ് ആ ഒരു ഇമ്പാക്റ്റ് വരുമ്പോഴത്തേക്കാണ് ആ ഒരു കല്ല് പൊട്ടുന്നതല്ലേ. അതുപോലെ തന്നെയാണ് നമ്മളിവിടെയും പറയുന്നത് ഇമ്പാക്റ്റ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ആ മെക്കാനിസം വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന എക്യുപ്മെൻ്റാണ് ഹാമർ മില്ലെന്ന് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന മെക്കാനിസം എന്ന് പറയുന്നത് അട്രീഷനാണ്. അതായത് അട്രീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പാർട്ടിക്കിൾസിനെ സൈസ് റിഡക്ഷൻ ചെയ്യുന്നത് ബൈ റബ്ബിംഗ് ആക്ഷൻ ബിറ്റ്വീൻ 2 സർഫസസ്. അതായത് 2 സർഫസസിൻ്റെ റബ്ബിംഗ് ആക്ഷൻ വഴിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മുടെ പാർട്ടിക്കിൾസിൻ്റെ സൈസ് റിഡക്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ ഒരു മെക്കാനിസം വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണ് ഫ്ലൂയിഡ് എനർജി മില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്യുപ്മെൻറ്റുകളെല്ലാം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ പ്രിൻസിപ്പിളും വർക്കിങ്ങും എല്ലാം പഠിക്കുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ് ലോസ് ഗവേണിംഗ് സൈസ്
സൈസ് റിഡക്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്, സൈസ് റിഡക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള മെക്കാനിസംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഏതൊക്കെ ലോസ് ആണ് ഇതിനകത്ത് വരുന്നതെന്നാണ്. അപ്പം മെയിനായിട്ട് നമുക്ക് 3 ലോസ് ആണ് പറയുന്നത്, റിറ്റിങ്ങേഴ്സ് തിയറി, കിക്സ് തിയറി ആൻഡ് ബോൺ തിയറി. ഇനി ഈ 3 തിയറീസും എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന റിറ്റിങ്ങേഴ്സ് തിയറിയാണ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി ദി എനർജി റിക്വയർഡ് ഫോർ സൈസ് റിഡക്ഷൻ ഓഫ് യൂണിറ്റ് മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ന്യൂ സർഫസ് ഏരിയ പ്രൊഡ്യൂസ്ഡ്. ഇപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇപ്പം നമുക്ക് ഒരു പാർട്ടിക്കിൾസിൻ്റെ സൈസ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ സൈസ് റിഡക്ഷന് റിക്വയർഡ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ന്യൂ സർഫസ് ഏരിയ ഫോംഡ്. നമുക്ക് ഫോം ചെയ്തിട്ടുള്ള പുതിയ സർഫസ് ഏരിയയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി അതിൻ്റെ ഇക്വേഷനാണ് നമ്മൾ പറയുന്നത് ഇ ഈക്വൽസ് കെ ആർ ഇൻറ്റു എസ് എൻ മൈനസ് എസ് ഐ. ഇനി ഇതിൽ ഓരോന്നും എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. വെയർ എസ് ഐ ഈസ് ദ ഇനിഷ്യൽ സർഫസ് ഏരിയ. അതായത് ആദ്യമേ നമ്മൾ എടുക്കുന്ന പാർട്ടിക്കിളില്ല, ആ ഒരു ലാർജർ പാർട്ടിക്കിൾ അതിൻ്റെ സർഫസ് ഏരിയനെയാണ് നമ്മൾ എസ് ഐ കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എസ് എൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇപ്പോൾ നമ്മൾ ഒരു എനർജി കൊടുത്ത് അതിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാടധികം സർഫസ് ഏരിയ പാർട്ടിക്കിൾസ് ചെറുതായിട്ട് ഫോം ചെയ്യുമല്ലേ, ആ ഓരോ പാർട്ടിക്കിൾസിൻ്റെയും സർഫസ് ഏരിയനെയാണ് നമ്മൾ എസ് എൻ കൊണ്ട് അല്ലെങ്കിൽ ന്യൂ സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് കെ ആർ ആണ്. കെ ആർ എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ റിറ്റിങ്ങർ കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് ഇ ഈക്വൽസ് എന്താണ്, എമൗണ്ട് ഓഫ് എനർജി. സോ ഇത്രയുമാണ് ഈ ഒരു തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ കൂടെ പറയാം, ദി എനർജി റിക്വയർഡ് ഫോർ സൈസ് റിഡക്ഷൻ ഓഫ് യൂണിറ്റ് മാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ന്യൂ സർഫസ് ഏരിയ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, റിറ്റിങ്ങേഴ്സ് തിയറി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ളത് ഏതാണ്, കിക്സ് തിയറിയാണ്. Higgs theory states that the energy used in deforming a set of particles of equivalent shape is proportional to the ratio of change in the size. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു പാർട്ടിക്കിൾ സൈസിന് റിഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലാണ്, വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ സൈസ്. സൈസിൻ്റെ ചേഞ്ചിൽ വരുന്ന റേഷ്യോന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഏതെന്ന് പറയുന്നത് നമ്മളിവിടെ യൂസ് ചെയ്ത എനർജി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കിക്സ് തിയറിയിൽ പറയുന്നത്. ദെൻ ഇതിന് വരുന്ന ഇക്വേഷനാണ് ഏതെന്ന് പറയുന്നത് ഇ ഈക്വൽ ടു കെ ഐ എൻ ഡി ഐ ബൈ ഡി എൻ എന്ന് പറയുന്നത്. ഇനി ഇത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ എന്ന് പറയുന്നത് എന്താണ്, നമ്മളിവിടെ കിക്സ് കോൺസ്റ്റൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഡി ഐ എന്ന് പറയുന്നത് എന്താണ്, ഡയമീറ്റർ ഇൻ ദി ഇനിഷ്യൽ സ്റ്റേജ്. അപ്പോൾ ആ ഒരു പാർട്ടിക്കിൾസിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്ന ഡയമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഡി എൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് പുതിയതായിട്ടിപ്പോൾ ഫോം ചെയ്ത പാർട്ടിക്കിൾസിൻ്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ ഡി എൻ എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, എന്താണ് കിക്സ് തിയറി എന്ന് പറയുന്നത്, നമ്മുടെ എനർജി റിക്വയർഡ് ഫോർ ദി സൈസ് റിഡക്ഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി, ഏതിന് പ്രൊപ്പോർഷണലാണ്, റേഷ്യോ ഇൻ ദ ചേഞ്ച് ഇൻ സൈസ്. അപ്പോൾ ആ ഒരു പാർട്ടിക്കിൾസിൻ്റെ സൈസിൽ വരുന്ന ചേഞ്ചിൻ്റെ റേഷ്യോ, അതാണ് നമ്മൾ ഈ ഒരു ലോ വെച്ചിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ലോ എന്ന് പറയുന്നത് ഏതാണ്, ബോൺസ് തിയറിയാണ്. This theory states that the energy used in crack propagation is proportional to the new crack length produced. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഒരു ക്രാക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് പുതിയതായിട്ട് ഫോം ചെയ്ത ക്രാക്ക് ലെങ്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്ന ഇക്വേഷൻ എന്താണ്, ഇ ഈക്വൽസ് 2kb ഇൻറ്റു 1/√dn മൈനസ് 1/√(di) എന്നാണ് പറയുന്നത്. ആൻഡ് ഇതെന്തൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, കെ ബി എന്ന് പറയുന്നത് നമ്മുടെ ബോൺസ് വർക്ക് ഇൻഡെക്സ് ആണ്, ഡി ഐ എന്ന് പറയുന്നത് ഇനിഷ്യൽ ഡയമീറ്റർ, അതുപോലെ തന്നെ ഡി എൻ എന്ന് പറയുന്നത് എന്താണ്, ന്യൂ ഡയമീറ്റർ. അപ്പം ഇതാണ് നമ്മുടെ ബോൺസ് തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ 3 തിയറീസാണ് നമുക്ക് അല്ലെങ്കിൽ ലോസ് ആണ് എന്തിൽ വരുന്നത്, നമ്മുടെ സൈസ് റിഡക്ഷന് ഗവേൺ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് സൈസ് റിഡക്ഷൻ. അപ്പോൾ നമ്മുടെ സൈസ് റിഡക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അപ്പം അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന ഹാർഡ്നെസ് പറയുന്നുണ്ട്. ഹാർഡ്നെസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ സൈസ് റിഡക്ഷനെ മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഹാർഡ്നെസ് കൂടിയ ഒരു സബ്സ്റ്റൻസസ് ആണെങ്കിൽ നമുക്കത് സൈസ്
റിഡക്ഷൻ ചെയ്യാനായിട്ട് അത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ എനർജി എന്തായിരിക്കണം, കൂടുതലായിട്ട് വേണം. അതുപോലെ തന്നെ അങ്ങനത്തെ പാർട്ടിക്കിൾസിനെ നമുക്ക് സൈസ് റിഡ്യൂസ് ചെയ്യാനായിട്ട് കുറച്ചധികം ഡിഫിക്കൽട്ടാണ്. പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസസ് ആണെങ്കിൽ നമുക്ക് വളരെയധികം ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് സൈസ് റിഡക്ഷൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, നമ്മുടെ സൈസ് റിഡക്ഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് മോയ്സ്ചർ കണ്ടൻറ്റാണ്. അതായത് മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതായത് നമ്മൾ സൈസ് റിഡക്ഷന് വേണ്ടിയിട്ട് എടുക്കുന്ന സബ്സ്റ്റൻസസിൽ മോയ്സ്ചർ കണ്ടൻറ്റ് അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരുപാടാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സൈസ് റിഡക്ഷൻ ചെയ്യാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം നമുക്ക് ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു സബ്സ്റ്റൻസസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ സൈസ് റിഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ ഒരു മെഷീനിലിട്ട് കൊടുക്കുന്ന സമയത്ത് അതിന് സൈസ് റിഡക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു എക്യുപ്മെൻറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത് സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുന്ന സമയത്ത് അത് കുറച്ചധികം സ്റ്റിക്കി ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പം സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല, സൈസ് റിഡക്ഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കണ്ടീഷൻ പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ഡ്രൈ ഗ്രൈൻഡിങ് വഴിയിട്ടാണ് അതിനെ സൈസ് റിഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലുണ്ടാകുന്ന മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ 5% കൂടാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നമ്മൾ വെറ്റ് ഗ്രൈൻഡിങ് ആണ് ചെയ്യുന്നതെങ്കിൽ ഉണ്ടാവുന്ന മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും 50% കൂടാനായിട്ട് പാടില്ല. അതാണ് നമ്മുടെ ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയലിൻ്റെ സ്ട്രക്ചറാണ്. മെറ്റീരിയൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് വേറൊന്നുമല്ല, ചില മെറ്റീരിയൽസിൽ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കാണും. അതെന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് സൈസ് റിഡക്ഷന് വേണ്ടിയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഈ സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു പ്ലാന്റ് മെറ്റീരിയലാണ് എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഡ്രഗ്സ് ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് നമുക്കിപ്പോൾ എന്തൊക്കെ കാണും, സെല്ലുലാർ സ്ട്രക്ചേഴ്സ് കാണും. അതുപോലെ തന്നെ ജനറലി അതെന്തായിരിക്കും, ലോങ് ആയിട്ടുള്ള ഫൈബേഴ്സ് ആയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈസ് റിഡക്ഷൻ ചെയ്യാനായിട്ട് ഇച്ചിരിയധികം ഡിഫിക്കൽട്ടാണ്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സ്റ്റിക്നെസ് ആണ്. സ്റ്റിക്നെസ് എന്ന് പറയുന്നതും എന്താണ്, സൈസ് റിഡക്ഷനിൽ നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും. കാരണം സ്റ്റിക്കി മെറ്റീരിയൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ ഒരു എക്യുപ്മെൻറ്റിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ എക്യുപ്മെൻറ്റ്സിൻ്റെ സൈഡ്സിലൊക്കെ അത് സ്റ്റിക്കി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അതിനെ സൈസ് റിഡ്യൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. സ്റ്റിക്നെസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സൈസ് റിഡക്ഷന് അഫക്റ്റ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സോഫ്റ്റനിങ് ടെമ്പറേച്ചറാണ്. അതായത് സോഫ്റ്റനിങ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചില വാക്സി സബ്സ്റ്റൻസസ് കാണുമല്ലോ, സ്റ്റെറിക് ആസിഡ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഡ്രഗ്സ് കാണും. അതുപോലെ ഇങ്ങനത്തെ സബ്സ്റ്റൻസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ ഒരു എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ചിലപ്പോൾ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ വാക്സി സബ്സ്റ്റൻസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്തു പോവും, ഇതിൻ്റെ സൈഡ്സിൽ വന്നിട്ട് സ്റ്റിക്കി ആയിട്ട് ഇരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രോപ്പറായിട്ട് സൈസ് റിഡക്ഷൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ഇങ്ങനത്തെ സബ്സ്റ്റൻസസിന് നമ്മൾ മെയിനായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് വരാണ്ട് കൂളിംഗ് ആയിട്ടുള്ള മിൽസ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫിസിയോളജിക്കൽ ഇഫക്റ്റാണ്. ഫിസിയോളജിക്കൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ചില മെറ്റീരിയൽസിനെ നമ്മൾ സൈസ് റിഡക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്കിതിനെ അഫക്റ്റ് ചെയ്യും. സോ ഇത് ഹാംഫുള്ളായിട്ട് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, എൻക്ലോസ്ഡ് ആയിട്ടുള്ള മിൽസ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പം ഡസ്റ്റ് പാർട്ടിക്കിൾസ് പുറത്ത് വരാണ്ടിരിക്കാൻ രീതിക്കുള്ള എക്യുപ്മെൻറ്റ്സ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സൈസ് റിഡക്ഷനിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. സോ ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനായിട്ടുള്ളത് ഇതിനകത്ത് വരുന്ന, അതായത് സൈസ് റിഡക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ചധികം എക്യുപ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.